നീതിപീഠമായ സുപ്രീം കോടതിയുടെ ചരിത്ര പ്രസിദ്ധമായ വിധിയെപ്പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് മനുഷ്യത്വരഹിതമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഗുജറാത്തിലെ BJP സർക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മാത്രം ഗുജറാത്തിൽ BJP സർക്കാർ നടത്തിയ ബുൾഡോസർ രാജിൽ, സുപ്രീം കോടതി വിലക്കിയിട്ടുള്ള ബുൾഡോസർ രാജിൽ മാത്രം വീടുകൾ നഷ്ടപ്പെട്ടത് 8500-ലേറെ കുടുംബങ്ങൾക്കാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിന് സമീപമുള്ള മുസ്ലിം ഭൂരിപക്ഷ ചേരിയായ ചന്ദോള തടാകത്തിന് സമീപമുള്ള ചേരിയാണ് ഏതാണ്ട് പൂർണ്ണമായും ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഗുജറാത്തിലെ BJP സർക്കാർ ഒഴിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഏകദേശം 50 മുതൽ 60 പേരെ JCBകളും ഹിറ്റാച്ചികളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു വീടെന്ന് പോലും വിളിക്കാൻ കഴിയാത്ത തകരപ്പാട്ടകളും ഷീറ്റുകളും കർട്ടനുകളും കൊണ്ട് മൂടിയ ആ കൂരകൾ BJP സർക്കാർ പൂർണ്ണമായും പൊളിച്ചു നീക്കിയിരിക്കുന്നത്. ഇവരെ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ നടപടിക്ക് വിധേയമാക്കിയതെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ വീടുകൾ പൊളിക്കപ്പെട്ട ബഹുഭൂരിപക്ഷം മനുഷ്യരും ഇന്ത്യൻ സർക്കാർ തന്നെ പുറത്തിറക്കിയ ആധാർ കാർഡും വോട്ടേഴ്സ് ID കാർഡും ഒക്കെ സ്വന്തമായുള്ള ഇന്ത്യൻ പൗരന്മാരാണ് എന്നതാണ്. മൺസൂൺ വരികയാണ്. ഒരു കയറി കിടക്കാൻ ഒരു കൂരയില്ലാത്ത മനുഷ്യരായി ഈ 8500-ലേറെ കുടുംബങ്ങളെ മാറ്റിയിരിക്കുന്നത് ഈ മൺസൂണിന്റെ ഘട്ടത്തിലാണ് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. ഒരുപക്ഷെ 10 കൊല്ലം മുമ്പാണ് ഇന്ത്യയിൽ ഒരു സർക്കാർ ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ഇത് ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്നെല്ലാം ഒരുപാട് മാറിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യ. 8500-ലേറെ കുടുംബങ്ങൾക്ക്, അതായത് 10,000-കണക്കിന് മനുഷ്യർക്ക് വീട് നഷ്ടപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞിട്ടും കേരളത്തിലെ അടക്കം മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മൗനമാണ് ഇപ്പോഴും. എന്നാൽ ഗുജറാത്തിലെ BJP സർക്കാരിൽ നിന്നും ഒട്ടും അപ്രതീക്ഷിതമല്ലാത്ത നടപടിയാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ ഒരു ഘട്ടം ബുൾഡോസർ രാജ് ഇതേ പ്രദേശത്ത് BJP സർക്കാർ നടപ്പാക്കിയിരുന്നു. അത് മാത്രമല്ല, കോവിഡ് കാലത്ത് നമ്മളെല്ലാം ഏറെ ദുരിതം അനുഭവിച്ച കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ കുറച്ച് കാണിച്ച സംസ്ഥാനമായിരുന്നു BJPയുടെ സ്വന്തം സംസ്ഥാനമായ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ജന്മനാടായ ഗുജറാത്ത്. ഗുജറാത്തിൽ 2021 ഗുജറാത്ത് സർക്കാർ പറഞ്ഞത് വെറും 5800 മരണങ്ങൾ മാത്രമാണ് കോവിഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നാണ്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കണക്ക് പുറത്തുവിടുമ്പോൾ വ്യക്തമാകുന്നത് 2 ലക്ഷത്തിലധികം മരണങ്ങളാണ് ഗുജറാത്തിൽ അരങ്ങേറിയതെന്നും ഗുജറാത്ത് സർക്കാർ കണക്കിന്റെ 33 ഇരട്ടി മരണങ്ങളാണ് ഗുജറാത്തിൽ മാത്രം അരങ്ങേറിയത് എന്നാണ്. അതായത് സ്വന്തം നാട്ടിലെ മനുഷ്യർ കോവിഡ് വന്ന് മരിക്കുമ്പോൾ ആ മരണം പോലും രേഖപ്പെടുത്താതെ ആ മനുഷ്യരുടെ മരണത്തെ പോലും അപമാനിച്ച ഒരു സർക്കാരാണ് ഗുജറാത്തിലെ BJP സർക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ BJP സർക്കാരാണ് ഈ ബുൾഡോസർ രാജുമായി മുന്നോട്ട് പോകുന്നത്. ബുൾഡോസർ രാജ് എന്നും വികസന പ്രവൃത്തി എന്നും തടാക സംരക്ഷണമെന്നും ഒക്കെ പേരിടുന്നുണ്ടെങ്കിലും ന്യൂനപക്ഷ വേട്ട തന്നെയാണ് ലക്ഷ്യമെന്ന് ഗുജറാത്ത് സർക്കാരിന്റെ ഓരോ നടപടികളിലും വ്യക്തമാകുന്നുണ്ട്. എന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണോ ഗുജറാത്തിൽ ഇത്തരം വേട്ടയാടലുകൾ നേരിടേണ്ടി വരുന്നത്? അല്ല എന്നാണ് ഉത്തരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഗുജറാത്തിൽ ഒരു ദളിത് യുവാവിനെ കടയുടമയുടെ മകനെ ബേട്ട അഥവാ മകനെ എന്ന് വിളിച്ചു എന്നതിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സംഭവത്തിൽ പോലും ദളിത് സംഘടനകൾ പ്രക്ഷോഭവുമായി ഇറങ്ങിയെങ്കിലും ആ ദളിത് സംഘടനകളെ ആട്ടിയോടിക്കുന്ന തിരക്കിലായിരുന്നു സംഘപരിവാറും BJP നേതാക്കളും. എന്തായാലും ഗുജറാത്ത് ദളിതർക്കും മുസ്ലിങ്ങൾക്കും മനുഷ്യർക്കും ജീവിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി മാറുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പുലർത്തുന്ന കുറ്റകരമായ മൗനം വരും കാലത്ത് വരും തലമുറ ചോദ്യം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്.